BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. SSK പദ്ധതി വഴി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 1500 കോടി രൂപയുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ വേഗത്തിൽ അനുവദിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് ആവശ്യപ്പെട്ടെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭിക്കണമെന്നും SSK പദ്ധതി ഇനത്തിലാണ് ഈ തുക ലഭിക്കാനുള്ളതെന്നും അത് PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഈ തുക സംസ്ഥാനത്തെ വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ലഭിക്കേണ്ടതുണ്ട്. അതിനായി കേന്ദ്ര സർക്കാർ സഹായം തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങളും ഫണ്ട് തടസ്സങ്ങളും യോഗത്തിൽ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം കൈമാറിയതായും ഷംസുദ്ദീൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാനൊപ്പമുള്ള ചിത്രങ്ങളും മന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ കക്ഷികൾ ഡൽഹിയിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയായിരുന്നു N. ഷംസുദ്ദീൻ യോഗത്തിൽ പങ്കെടുത്തത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.